രാകേഷ്, എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഒരു പ്രൊജക്ട്, ഓക്കെ, ഗാർഡ് യുവർ ഹാർട്ട് 2050 എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് നമ്മൾ പലതവണയായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? എന്താണ് നിങ്ങളുടെ ഒരു വിഷൻ, എന്താണ് ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്ട് കൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? നമ്മുടെ ഒരു ഏജിൽ ശരിക്കും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കളിക്കളത്തിലേക്ക് പോയിരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് നമ്മൾ അങ്ങനെ കളിച്ചിട്ട് പോലും ഈ ഒരു കാലഘട്ടത്തിൽ 30 വയസ്സിന് മുകളിൽ 3 പേരിൽ ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ്. പക്ഷേ ഈ പുതുതലമുറ 2050 എത്തുന്ന സമയത്ത് ഈ ഒരു കണക്ക് ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ 20 വയസ്സിന് ശേഷം ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് സാധാരണമാകാൻ പോവുകയാണ്. ഈവൻ ഇപ്പോൾ 27% ആൾക്കാർ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്നുണ്ടെങ്കിൽ 40 to 50% ആൾക്കാർ ആ കാലഘട്ടത്തിൽ മരിക്കുന്നതിന് കാരണം ഇതായിട്ട് മാറും. നമ്മൾ അല്ലെ മാർഷൽ ആർട്സിൽ നിൽക്കുന്ന അല്ലെ ഹെൽത്തിനെ പറ്റി അറിയാവുന്ന എക്സസൈസ് ചെയ്യുന്ന നമ്മൾ ഇതിനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഓരോ മരണത്തിനും നമ്മൾ ഉത്തരവാദികളാണ് എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഗാർഡ് യുവർ ഹാർട്ട് എന്നുള്ള ഒരു പ്ലാൻ, ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞൊരു 1 മില്യൺ ആൾക്കാരെങ്കിലും ഇതിന് ബോധവൽക്കരിച്ച് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് പേടിക്കാത്ത ഒരു സമൂഹമായിട്ട് 2050 മാറ്റുക എന്നുള്ളതാണ്. അതാണ് ആ ഒരു പ്രോജക്റ്റ്. പക്ഷെ അതിനുവേണ്ടി എന്താണ് ആക്ച്വലി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇസ് ഇറ്റ് മാർഷൽ ആർട്സ് ഓർ എന്തെങ്കിലും പർട്ടിക്കുലർ സാധനം? ഇപ്പോൾ ക്രോസ് ഫിറ്റ്സ്, അങ്ങനെ പല സംഭവങ്ങളുണ്ടല്ലോ. അപ്പം എന്താണ് നിങ്ങൾ അതിനകത്ത് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇസ് ഇറ്റ് ഒരു സെപ്പറേറ്റ് മൊഡ്യൂൾ പോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്ലാൻ? തീർച്ചയായിട്ടും കുറച്ചധികം പ്ലാനുകളുണ്ട്. ഇപ്പം കരാട്ടയിൽ എൻ്റെ അടുത്തേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു കുട്ടി, അവനെ പ്രചോദിപ്പിക്കുന്നത് മെഡലായിരിക്കാം, നേരത്തെ പറഞ്ഞ രീതിയിൽ. ഇങ്ങനെയുള്ള ഒരു കുട്ടി തീർച്ചയായിട്ടും രാവിലെ എക്സസൈസ് ചെയ്യും, രാവിലെ വെളുപ്പിനെ എഴുന്നേക്കും, അവൻ കഴിക്കുന്ന ആഹാരത്തിൽ ശ്രദ്ധാലുവായിരിക്കും. ബോക്സിങ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ്. ഹാർട്ട് ബീറ്റ് കൂട്ടി നിർത്തിക്കൊണ്ട് കലോറി നല്ല രീതിയിൽ ബേൺ ചെയ്യാൻ പറ്റുന്ന പല രീതിയിൽ എക്സസൈസ് സോഷ്യൽ മീഡിയയിലൂടെ പല രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന എക്സസൈസുകൾ കൊടുക്കുക, യൂട്യൂബിലൂടെ അങ്ങനെ ചെയ്യുക. ഫ്രീ ആയിട്ട് നമുക്ക് കുറേയധികം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പദ്ധതികളുണ്ട്. അങ്ങനെ ചെയ്ത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് 2050 ഇങ്ങനെ ഒരു സ്വപ്നം സാധ്യമാക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. വെരി ഗുഡ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമ്മളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതിന് താങ്ക് യു അജിത്.